ഒരു നിമിഷം മതി മുടിക്ക് പുതുജീവൻ, സൗന്ദര്യത്തിന് പുതിയ അർത്ഥം. പ്രകൃതിയുടെ നിറം, കറുപ്പിന്റെ ഭംഗി. ഏഴഴകാണല്ലേ കറുപ്പിന്. കെമിക്കൽ ഒന്നുമില്ലാതെ ആ കറുപ്പ് നിറം നമ്മുടെ മുടിക്ക് ഒരു നിമിഷം കൊണ്ട് ഇൻസ്റ്റന്റ് ഹെയർ കളറിലൂടെ കൊടുത്തല്ലോ. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് ഏജ് ആകുമ്പോൾ അല്ലെ ഏജ് ആകുന്നതിന് മുന്നേ തന്നെ മുടി നരയ്ക്കുന്ന ഒരു വലിയ പ്രശ്നമാണല്ലേ. ഡൈയൊക്കെ അടിക്കുമ്പോൾ മെലാസ്മ വരും, അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ വരും ഫേസിൽ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോകണം, നമ്മളൊന്നും തയ്യാറെടുത്തില്ല, പാർലറിലൊന്നും പോകാൻ നേരമില്ല. അങ്ങനെയുള്ള സമയത്ത് ഒരു ഇൻസ്റ്റൻറ്റ് ഹെയർ കളർ നമ്മളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കത് എടുത്തുകൊണ്ട് പോകാം, പെട്ടെന്ന് നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷന് പോകാം. അതാണ് നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ഹെയർ കളർ. നമ്മളുടെ സ്റ്റോറിലുണ്ട് അത്, ഇൻസ്റ്റൻറ്റ് ഹെയർ കളർ. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങളിപ്പോൾ ബിഫോർ ഈ വീഡിയോയ്ക്ക് മുന്നേ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് വാഷ് ചെയ്താൽ പോകും കേട്ടോ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് സാധനമൊക്കെ ഉള്ളതുകൊണ്ട് ചെറുതായിട്ടൊരു കളർ മുടിയിൽ പിടിക്കും എന്നല്ലാതെ ഇതൊരു ഹെയർ കളർ അല്ല. ഇൻസ്റ്റൻറ്റ് സൊല്യൂഷൻ ഫോർ ഗ്രേ ഹെയർ ആണ് കേട്ടോ. ഞാൻ കാണിച്ചില്ലേ, എനിക്കധികം ഗ്രേ ഹെയർ ഇല്ല, പക്ഷേ എനിക്ക് ഇവിടെ അവിടെയൊക്കെ 1-2 ഗ്രേ ഹെയർ ഉണ്ട്. പിന്നെ ഇവിടെയുണ്ട് കുറച്ച്. അതൊന്നും ഞാൻ ഒന്നും ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ. ചെറുതായിട്ടേ ഉള്ളൂ, ഫുള്ള് ഗ്രേ ആയിട്ടില്ല, ജസ്റ്റ് ഒരു റെഡിഷ് ആ ഒരു കളറാണ്. ഞാൻ എല്ലാ സൺഡേയും ഞാൻ നിങ്ങളോട് പറയാറുള്ള പോലെ ഞാൻ ഹെന്ന അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഗ്രേ ഹെയർ അങ്ങനെ ഇല്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ മുന്നിലത്തെ ആഴ്ചയും ഈ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹെന്ന ഒന്നും അപ്ലൈ ചെയ്യാതെ ഗ്രേ ഹെയർ നിങ്ങൾക്ക് ഇത് ഇട്ട് കാണിക്കാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹെയർ കളർ. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇൻസ്റ്റന്റ് ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം എടുക്കുന്നത് ഒരു 1/4 സ്പൂൺ ചിരട്ടയുടെ കരിയാണ്. അതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ അലോവേറ ജെൽ കൂടി ഇടാം. ഇപ്പോൾ നമ്മൾ ഇടുന്നത് അഞ്ജനക്കല്ല് പൊടിച്ചതാണ്, ആയുർവേദ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിലേക്ക് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ കൂടെ നമ്മൾക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ട ഒന്നുമില്ലാതെ, ലംസ് ഒന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾക്ക് ഒരു 5-6 ഡ്രോപ്പ് റോസ് ഹിപ്പ് ഓയിൽ കൂടി ഒഴിക്കാം. റോസ് ഹിപ്പ് ഓയിൽ ഒഴിക്കുന്നത് നല്ല ഒരു സ്മെല്ല് കിട്ടാനും ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയുമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾക്ക് ഇതിനെ ഒന്ന് ചെറിയ തുണിയിലൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം. ചെറിയ തരികൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാതാക്കാനാണ്. എത്രയാണെങ്കിലും ചിരട്ടയുടെ ചെറിയ ചെറിയ തരികൾ അതിലുണ്ടാവും. അതുകൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ഇതെല്ലാം തന്നെ ഹെയർ ഗ്രോത്തിന് നമ്മളെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ സ്കാൾപ്പിൽ പറ്റുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല, ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾക്ക്. ഇത് നമ്മൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. പടരത്തോ നെറ്റിയിലോട്ട് ഇറങ്ങി വരുവോ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവോ ഒന്നും തന്നെ ചെയ്യില്ല. ഇതിങ്ങനെ അരിച്ചെടുത്ത് നമ്മൾക്ക് വേണ്ട പോലെ ഉണ്ടാക്കാവുന്നത്. ഇത് നമ്മളുടെ വിഭൂതി സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാണ് കൊടുക്കുന്നത്. നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ ഇതിൽ കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുക. അധികം പടരാതിരിക്കാനും കുറച്ചു നേരം കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനുമാണ്. ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ട്, അത് വെച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ നമ്മൾക്ക് അവിടെ ഇവിടെയൊക്കെ ഒരു നരയായിരിക്കും, അല്ലെങ്കിൽ പുറത്തോട്ട് കാണുന്ന ഭാഗത്തൊക്കെ നരയുണ്ടാവും. ആ ഭാഗം മാത്രം തിരഞ്ഞെടുത്ത് ഈസി ആയിട്ട് നമ്മൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. എവിടെയെങ്കിലും ട്രാവൽ പോകുമ്പോൾ കൂടെ 2-3 ദിവസം പോകുമ്പോൾ നമ്മളുടെ ഹെയർ കളറൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നമ്മൾക്ക് എടുത്ത് അപ്ലൈ ചെയ്ത് മാനേജ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്യുമ്പോൾ അപ്പോൾ ഹെയർ കളർ, നമ്മളുടെ ഇൻസ്റ്റന്റ് ഹെയർ കളർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഞാനത് നിങ്ങളുടെ അടുത്തോട്ട് പ്രോഡക്റ്റ് ആയിട്ട് എത്തിക്കുമ്പോഴേക്കും ഞാൻ കുറച്ചുകൂടെ അതിനകത്ത് കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് എത്തിക്കുക. കാരണം കുറച്ചുകൂടെ നേരം നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യാനായിട്ട്. അത് വാങ്ങിക്കാൻ അഫോർഡബിൾ അല്ലാത്ത അല്ലെങ്കിൽ ഉണ്ടാക്കി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ നമ്മളുടെ പ്രോഡക്റ്റ് ആയിട്ട്, വിഭൂതിയുടെ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കുറച്ച് നേരം കൂടെ തൊട്ട ഉടനെയൊന്നും പോകാത്ത, ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളുടെ ചിരട്ടക്കരി തന്നെയാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊരു തരിതരിപ്പ് അതിനുണ്ടാവും. പക്ഷെ അത് നമ്മളൊന്ന് അപ്ലൈ ചെയ്തിട്ട് തലയൊന്ന് ചീകി കഴിയുമ്പോൾ റെഡി ആവുന്നതേ ഉള്ളൂ. അത് നമ്മളുടെ സ്കാൾപ്പിനും നല്ലതാണ്, ക്ലീൻ ആക്കാനായിട്ട് ചാർക്കോൾ.
അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഹെയർ കളർ കിട്ടിയിരിക്കുകയാണ്. നമ്മളുടെ ലൈഫിൻ്റെ ചാർജ് നമ്മൾ തന്നെ എടുക്കണം. അല്ലാതെ നമ്മൾ കുറേ പൈസ ഉണ്ടെങ്കിലേ നമ്മൾക്കതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാകുകയുള്ളൂ, കുറേ കാശുണ്ടെങ്കിലേ നമ്മൾക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന പരിമിതികളിൽ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ നമ്മൾക്ക് സെൽഫ് കെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ഈ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് അത് ഫേസ് പാക്ക് ഇടുന്നതും ക്രീം ഇടുന്നതും അല്ലെങ്കിൽ ഹെയർ കളർ ചെയ്യുന്നതും ഹെയർ വൃത്തിയായിട്ട് വെട്ടുന്നതും അല്ലെങ്കിൽ സ്റ്റൈലായിട്ട് നടക്കുന്നു വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യുന്നതും ഒക്കെ തന്നെയാണെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി ഒരു കാര്യമുണ്ട്. നമ്മൾ മെനോപ്പസ് പീരീഡിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ശരീരത്തെ, നമ്മൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളെ ഒക്കെ മനസ്സിലാക്കി പെരുമാറുന്നതും കൂടെ ഒരു സെൽഫ് കെയർ ആണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ലൈഫ് ഒന്ന് ചെറുതായിട്ടൊന്ന് നിൽക്കും, ചെറുതായിട്ടൊരു ടേൺ എടുക്കും, അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ നമ്മൾ കാണുകയാണ്, ചെറുതായിട്ടൊന്ന് എല്ലാം സ്ലോ ആകും, ഒന്ന് പോസ് ആകും. ആ സമയത്താണ് നമ്മൾക്ക് പല ചിന്തകളും ആവശ്യമില്ലാത്ത ചിന്തകൾ കയറി വരുന്നത്. നമ്മൾക്ക് ആരുമില്ല, നെഗ്ലക്റ്റഡ് ആണ്. പിന്നെ ഈ സെൽഫ് കെയർ എടുക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ ഹസ്ബൻഡ് ആവട്ടെ, കുട്ടികളാവട്ടെ, ഏറ്റവും കൂടുതൽ കുട്ടികളായിരിക്കും അമ്മ ഇപ്പം എന്തിനാണ് ഒരുങ്ങുന്നതെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. ചിലപ്പം നമ്മൾ തന്നെ തിരിഞ്ഞൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അമ്മയ്ക്കൊക്കെ ചെറിയ പ്രായമായിരിക്കുമ്പോഴായിരിക്കും നമ്മുടെയൊക്കെ കല്യാണം നടന്നിട്ടുണ്ടായിരിക്കുക. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കല്യാണം കഴിയുമ്പോൾ 45 വയസ്സാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഒരു വലിയ അമ്മയായിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു അമ്മയുടെ നല്ല പ്രായത്തിലായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ അമ്മ ആ ഒരു ഏജിലാണ് ഇത്രയും നമ്മൾക്കൊക്കെ സാധിച്ചു തന്നത്. നമ്മളുടെ ആ ഒരു ഏജിൽ നമ്മളിന്ന് അത്രയുമൊക്കെ സാധിക്കാനായിട്ട് നമ്മൾ വളർന്നില്ല അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അമ്മമാരെ മനസ്സിലാക്കാതെ നമ്മൾക്ക് റിയലൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അന്ന് അമ്മയ്ക്ക് ഇതായിരുന്നു ഏജ്, അമ്മ ഇങ്ങനായിരുന്നു ഓടിപ്പിടിച്ചാണ്, അങ്ങനെയൊക്കെ ആ ഒരു ഇത് നമ്മൾക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ളവരെ, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അവർക്ക് മനസ്സിലാവില്ല, അവർ ഇന്നത്തെ തലമുറയാണ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, നമ്മളെ ലൈഫ് ബാക്കി ഇനിയും കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ലൈഫിൽ നമ്മൾക്കും ഹാഫ് ലൈഫേ നമ്മുടെ കഴിഞ്ഞിട്ടു, ബാക്കി ഹാഫ് കിടക്കുകയാണ്. ആ ഹാഫിനെ നമ്മൾ കുറേ ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ സ്ട്രെസ് ഉള്ളത് കൊണ്ട് കുറച്ച് പ്രോബ്ലമാറ്റിക് ആവാതെ നമ്മളൊന്ന് പോസായി കഴിഞ്ഞാൽ, നമ്മളൊന്ന് ഓഫായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭൂമിയിൽ സൂര്യൻ ഉദിക്കാത്തതുപോലെയാണ് നമ്മുടെ വീട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളില്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരു കാര്യങ്ങളും ഓടൂല. വീട്ടിലല്ല, നമ്മളുടെ വീട്ടിലുള്ളവർ പുറത്തു പോകുമ്പോൾ അവരുടെ കാര്യങ്ങളും ഒന്നും ശരിയായിട്ട് നടക്കില്ല. അപ്പോൾ അതൊക്കെയും ഒരു സ്റ്റോപ്പ് വരാതെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് അവരുടെയും കൂടെ ഒരു കോപ്പറേഷൻ, ഒരു ഹെൽപ്പ് നമ്മൾക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിനകത്ത് നമ്മൾ കടന്നു പോകുന്ന കുറച്ച് വഴികൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും കൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഉപദേശിക്കാനല്ല ഞാൻ പറയുന്നത്, ഒരിക്കലും ആരെയും ഉപദേശിക്കരുത്. ഉപദേശിച്ചാൽ നിങ്ങൾ ശത്രുക്കളാവുമെന്ന് മനസ്സിലാക്കുക. നമ്മളെ അവർ മക്കളാവട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സ് ആവട്ടെ, ആരെങ്കിലും ആവട്ടെ, അല്ലെ നമ്മൾക്ക് ഉപദേശം കേൾക്കാൻ ഇഷ്ടമാണോ? അല്ലല്ലോ. നമ്മളതുകൊണ്ട് മറ്റുള്ളവരെ ഉപദേശിച്ചാൽ ശരിയല്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആർക്കും തന്നെ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല. ഉപദേശിക്കാൻ പോകാതെ അവരെ അത് മനസ്സിലാക്കുന്ന തരത്തിൽ നമ്മൾക്ക് ബ്രില്യൻ്റായിട്ട് ബിഹേവ് ചെയ്യാം. ബ്രില്യൻ്റായിട്ട് നമ്മളുടെ പല മൂവ്മെൻറ്റും നമ്മളുടെ വീട്ടിനകത്ത് നമ്മൾക്ക് അവരെ മനസ്സിലാക്കിച്ചു കൊടുക്കാം. ഒരു അഗ്രസീവ് മൂഡിലല്ലാതെ വളരെ ക്വയറ്റായിട്ട് നമ്മൾ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥ നമ്മളുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾക്ക് ഈ ഒരു സ്റ്റേജിനെ ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുപോകാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ മെനോപ്പസിലേക്ക് ആകുമ്പോൾ അല്ലെ പീരീഡ്സ് ഒക്കെ നിന്ന് കഴിയുമ്പോൾ, ചിലർക്ക് പല ഏജിലാണ് കേട്ടോ പീരീഡ്സ് നിൽക്കുക. എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡിക്ക് അവർക്ക് 30s പീരീഡ് നിന്നു, പിന്നെ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അവർ പക്ഷേ കൂളായിട്ട് ക്വയറ്റായിട്ട് ജോലി ചെയ്തിട്ട് പോന്നു. പക്ഷേ എനിക്കൊരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മെനോപ്പസ് പീരീഡിലാണ് ഞാനും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു അത് ആലോചിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് എനിക്കതൊന്നും ചിന്തിക്കാനായിട്ടുള്ളൊരു സാവകാശമില്ല. പക്ഷേ ചിലപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ ഒരുപാട് പോകാറുണ്ട്. ചിലപ്പോൾ അതെൻ്റെ ഇതിൻ്റെ ഒരു സ്റ്റേജിൻ്റെ ഭാഗമായിട്ടായിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കും. അപ്പോൾ നമ്മൾ ബ്രില്യൻ്റായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക നമ്മൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെയാണ്. സോ അത് ഞാൻ ഒരുപാട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അതൊക്കെ ചെയ്യാറുണ്ട്. അത് എൻ്റെ സന്തോഷത്തിനാണ്. ഇനി കുറച്ച് പൈസ ആയാലും ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിച്ച് വീട്ടിൽ വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്.
അത് മറ്റുള്ളവർക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് ഞാൻ ചിന്തിക്കാറില്ല. എനിക്കത് ഇഷ്ടമാണ്, നമ്മൾ വാങ്ങിക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് നമ്മൾ തന്നെ ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ മടിക്കാതിരിക്കുക. നമ്മൾക്കത് വേണം എന്ന് വിചാരിച്ചാൽ അത് വാങ്ങിക്കുക. അതിൻ്റെ എക്സ്പെൻസ് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റിലാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് നമ്മളെ ഒന്ന് സന്തോഷിപ്പിച്ച് വെക്കുക. അപ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളെ മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മിക്ക സമയങ്ങളും നമ്മൾക്ക് തന്നെ നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലേ, മറ്റുള്ളവർ മാനേജ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾക്ക് തന്നെ നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മളൊന്ന് ആ ഒരു സമയങ്ങളിൽ നമ്മളെ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾക്ക് ഇന്നതാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ, ഒരു ത്രെഡ്, ആ ഒരു സിറ്റുവേഷനോ അവസ്ഥയെന്നൊന്നും പറയാൻ ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളുടെ മനസ്സിൻ്റെ അപ്പോഴത്തെ ആ ഒരു തോട്ട് അതെന്താണെന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ അഡ്വൈസ് ചെയ്യരുത്. ഇൻഡയറക്റ്റ് ആയിട്ട് വീട്ടിൽ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കല്ലേ. ഈ കുട്ടികൾ നമ്മളെ കേൾക്കുന്നില്ലല്ലോ, എപ്പോഴും ഫോൺ നോക്കിയിരിക്കുകയാണ്, പഠിക്കുന്നില്ലല്ലോ, പറഞ്ഞാൽ അനുസരിക്കുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളും പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് മനസ്സിലാക്കി ആ സമയത്ത് അവരെ എങ്ങനെ നമ്മൾ പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാമെന്ന് ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പല സൊല്യൂഷൻസും കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മളുടെ മെനോപ്പസ് പീരീഡിൽ നിന്ന് നമ്മൾക്ക് കൂളായിട്ട് നല്ല ഒരു ക്യൂനായിട്ട് ഒരു ഗോഡസ് ആയിട്ടൊക്കെ നമ്മളെ സങ്കല്പിച്ച് നമ്മൾക്ക് പോകാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അതൊരു ഗോഡസ് ആയിട്ടുള്ള ഒരു പീരീഡാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പീരീഡ്സ് എല്ലാം നിന്ന് നമ്മൾ സ്പിരിച്വാലിറ്റിയൊക്കെ ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ സമയത്ത് നമ്മളെ ആരും കുറ്റം പറയാനും കാണത്തില്ല. അതേസമയം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ നല്ല വയസ്സിൽ ടീനേജിലോ അല്ലെങ്കിൽ നമ്മൾ 20s ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ പറയും, എന്തൊരു ഒരുങ്ങി നടക്കുന്ന കണ്ടില്ലേ, അങ്ങനെയൊക്കെ കുറേ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും നാട്ടിലൊക്കെ പ്രത്യേകിച്ചും അല്ലേ. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമ്മളെ അങ്ങനെ പറയാൻ ആരുമില്ല. പിന്നെ എക്സെൻട്രിക് ആയിട്ട് ചെയ്യുന്നവരെ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്താലും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനും നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാനും ഒന്നും ആരുടെയും പെർമിഷനൊന്നും വേണ്ട. നമുക്ക് എന്നാ നമ്മുടെ ലൈഫ് തീരുന്നതെന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് സന്തോഷമായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് പോവുക. നമ്മളുടെ സിറ്റുവേഷൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് വളരെ സൗമ്യമായിട്ട് മറ്റുള്ളവരെ ധരിപ്പിക്കാനും മറക്കരുത്. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിക്കരുത്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഹെയർ കളർ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ശരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയുക. നമ്മളിത് പ്രോഡക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുമ്പോഴേക്കും നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് പ്രോഡക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുക. കെമിക്കൽ ഒന്നും തന്നെ ഇല്ലാത്ത കളറാണ്. എല്ലാം തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനത്തിനും കെമിക്കലില്ല. അങ്ങനെയാണ് നമ്മൾ എത്തിക്കുന്നത്. അതുകൊണ്ട് വേറൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.